ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈശ്വരാനുഗ്രഹവും ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതൽ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിലെ മകം നക്ഷത്രക്കാർക്ക്. സർവേശ്വരകാരകനായിരിക്കുന്ന അഷ്ടമാധിപനായിരിക്കുന്നതായ വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും മകം നക്ഷത്രക്കാർക്കാണെങ്കിൽ അഷ്ടമശനിയുടേതായ കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ടും മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ മനസ്സമാധാനക്കുറവിന് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണം. കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ്. വീഴ്ചകളും ക്ഷതങ്ങളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ പോലും പരസ്പരം പൊരുത്തക്കേടുകൾ വരാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെ ശ്രദ്ധിക്കണം. വരവിനേക്കാളും കൂടുതൽ ചിലവ് അധികരിച്ച് കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. ഇനി തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നീചരാശി സ്ഥിതി വരുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും നിവൃത്തിസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും.